ലോ കിലോമീറ്റർ 5 വർഷം കൊണ്ട് പാതി കിലോമീറ്റർ എന്ന് പറയാൻ പറ്റും. പെട്രോൾ വണ്ടി അല്ല, പെട്രോൾ KL22 കഴക്കൂട്ടം രജിസ്ട്രേഷനാണ്, തിരുവനന്തപുരം ജില്ല. നല്ല നീണ്ടു തുറന്ന് ഇരിക്കുകയും ചെയ്യാം. പിന്നെ അമേസിനെ കൊണ്ടൊക്കെ പറഞ്ഞ പോലെ തന്നെ മെയിൻ്റനൻസ് ആയിട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. പെട്രോളാണ്. രൂപയ്ക്ക് ഒരു അൾട്രോസ് കൊണ്ടുപോകാൻ 2020 മോഡൽ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് 2019 XZ. കിലോമീറ്റർ 41,000 കിലോമീറ്റർ. 41,000. വലിയ ഓട്ടോ ഒന്നല്ല, സാധാ ഓട്ടോ ഒന്നല്ല, ചെറിയ ഓട്ടോയിലും. എത്ര ചോദിക്കുന്നതിന്? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ണൂർ കാർ ആൻഡ് ബൈക്കിൽ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതിലെ സ്വാഗതം. താങ്ക് യു. കഴിഞ്ഞ മേളൊക്കെ നമ്മൾ ചെയ്തല്ലേ, നിങ്ങളുടെ ഒരു മേള നടന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? നല്ലതായിട്ടേ. സ്കൂളൊക്കെ കുറേ ഇറങ്ങിപ്പോയി പോയിട്ടുണ്ട്. ഓക്കെ, വേറെ വന്ന സ്റ്റോക്കുകളൊക്കെ പോയി അല്ലേ, അതിൽ കാണിക്കാത്ത തന്നെ? അതെ, പോയി. ഓക്കെ, അപ്പോൾ ഇത് കണ്ണൂർ തോട്ടടയാണ് ലൊക്കേഷൻ. തോട്ടട എസ് എൻ കോളേജിൻ്റെ അടുത്ത്. എസ് എൻ കോളേജിൻ്റെ അടുത്താണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അറിയാലോ, വാറണ്ടി ലഭിക്കുന്ന വാഹനങ്ങളും ഒക്കെ തന്നെ ഉണ്ട്, ചെറുവണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ വാറണ്ടി ഏകദേശം ഒരു കാറ്റഗറിപ്പെട്ട വാഹനങ്ങളാണ്. ഇത്ര വർഷത്തിനുള്ളിൽ വരുന്ന വാഹനങ്ങൾക്ക് 2019 വർഷം വണ്ടികൾക്ക് 1 ഇയർ അങ്ങനെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റ്. നിങ്ങൾ വണ്ടി എവിടെ വഴിപ്പെട്ടാലും, ഇന്ത്യയിൽ എവിടെ വഴിയിൽ പെട്ടാലും നിങ്ങൾക്ക് അതിന് വേണ്ട സഹായം കാര്യങ്ങളൊക്കെ ഇവർ എത്തിച്ചേരും സ്പോട്ടിൽ തന്നെ. അതൊക്കെ ലഭിക്കുന്ന വാഹനങ്ങളാണ്. അതെല്ലാ വണ്ടിക്കും ഉണ്ട് അല്ലേ? എല്ലാ വണ്ടികൾക്കും RSI കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കാർ ആൻഡ് ബൈക്ക്. മഹീന്ദ്ര ഫസ്റ്റേഴ്സിൻ്റെ കാർ ആൻഡ് ബൈക്കാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുണ്ട്, അതിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം. പ്രൈസ് എങ്ങനെ നമ്മൾ മാക്സിമം പൊട്ടിച്ചിട്ടുണ്ടോ? മാക്സിമം നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ താഴത്തേക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ തന്നെ ധൈര്യത്തിൽ കൊണ്ടുപോകാം അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ചെയ്യാം. എന്താ ഒരു കൺഫ്യൂഷൻ? ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഒരു കോമ്പാക്ട് SUV തുടങ്ങാൻ നമുക്ക്. മഹീന്ദ്രയുടെ XUV 300 ആണ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2020 മോഡലാണ്. 2020 സിംഗിൾ ഓൺഷിപ്പ്. 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ 5 വർഷം കൊണ്ട് പാതി കിലോമീറ്റർ എന്ന് പറയാൻ പറ്റും. പെട്രോൾ വണ്ടി അല്ല, പെട്രോൾ. KL22 കഴക്കൂട്ടം രജിസ്ട്രേഷനാണ്, തിരുവനന്തപുരം ജില്ല. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? സിംഗിൾ ഓൺഷിപ്പ്. W8 വേരിയൻ്റ് ആണ് വരുന്നത്. W8 ഇതിൻ്റെ ഒരു ഓപ്ഷനിലും കൂടിയുണ്ട്. അതിൽ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. ഇതെന്ന് വെച്ചാൽ 6 എയർ ബാഗ് ഉണ്ടാവില്ല, 2 എയർ ബാഗ്, പിന്നെ പുഷ് ബട്ടൺ അലോയ്സ്, അങ്ങനത്തെ ഫീച്ചേഴ്സ്, എല്ലാ ഫീച്ചേഴ്സും വരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ബാക്കി 2 എയർ ബാഗ് നോർമലി വരുന്ന പോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്, പിന്നെ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്, പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ 20 മോഡൽ W8 എത്ര കൊടുക്കുക? ഇത് നമുക്ക് 780 കൊടുക്കാം. മാനുവൽ അല്ലേ? മാനുവൽ. ഓട്ടോമാറ്റിക്കൽ W8 എത്രയാ പറഞ്ഞത്? 7,80,000. 780 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അന്ന് വാറണ്ടി അടക്കം, 2 ഇയർ വാറണ്ടി അടക്കം. അന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 1390 അടുത്ത് വില വന്ന വാഹനമാണ്. അങ്ങനെയാണെങ്കിൽ 6 ലക്ഷത്തിൻ്റെ മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ? ഏകദേശം 6 ലക്ഷം രൂപയുടെ മാറ്റം ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താല്പര്യമുണ്ടോ വിളിച്ചോളൂ. ലോണും മാക്സിമം കയറുമോ? ലോണൊന്നും ഇത് മാക്സിമം കയറും. ഓക്കെ, ഒരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കണക്കാക്കാം. ഓക്കെ, അടുത്തത് ഹോണ്ട അമേസ് ആണ്. ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറി. അത്യാവശ്യം നല്ല സ്പേസിൽ നിങ്ങൾക്ക് നല്ല സുഖസുന്ദരമായിട്ട് ഓടിച്ച് അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് വളരെ കുറവാണ്. വെറും ഓയിൽ സർവീസ് ഫിൽറ്ററൊക്കെ മാറി പോകാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണിത്. KL58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? അതുപോലെ 2016 51,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. 51,000 അത്രയും ലോ കിലോമീറ്റർ ആണ്. ജെനുവിനായിട്ട് പറയാൻ പറ്റുമോ നമുക്ക്? ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്, കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. പ്രോപ്പർ ഹിസ്റ്ററി പോയ വാഹനമാണ്. 2016 അമേസ് പെട്രോൾ. ഓക്കെ, ഏതാ ഓപ്ഷൻ? എസ് വേരിയന്റ്. എസ് മിഡിലാണ്, മാനുവൽ. എസ് മാനുവൽ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. അതിൽ തന്നെ 4 ഡോർ പവർ വിൻഡോസ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ അഡീഷണലായിട്ട് അലോയ്സ് ചെയ്തിട്ടുണ്ട്, ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ടച്ച് സ്ക്രീനും ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് സ്ക്രീനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഫുൾ ഓപ്ഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് വാഹനം. ഫുൾ ഓപ്ഷനിലാണ് കഴിഞ്ഞാലും അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഡിഫോഗർ ഉണ്ടാവില്ല, അത് ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ്. അത് ചെയ്തിട്ടില്ല, ഡിഫോഗർ ലൈൻസ് ഇല്ല. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ്? 3,68,000. 3,68,000. 68,000. 3,68,000 2016 എസ് മിഡിൽ ഓപ്ഷൻ. പക്ഷേ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. മിറർ അഡ്ജസ്റ്റ്മെൻ്റ് അടക്കം വരും. അത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. ടയറൊക്കെ 4 ടയറും പുതിയ ടയർ തന്നെയാണ്. ഓ ശരിയാ, ഒന്നും ചെയ്യാനില്ല അല്ലേ? പ്രത്യേകിച്ച് ടയറും പുതിയ ടയറാണ്. ഇപ്പോൾ സർവീസൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണോ? സർവീസ് കഴിഞ്ഞത് ലാസ്റ്റ്. പേപ്പറൊക്കെ ഓക്കെ അല്ലേ? ഇൻഷുറൻസ് കാര്യമൊക്കെ എല്ലാം ഓക്കെയാണ്. അപ്പോൾ കൊണ്ടുപോവുക, പെട്രോൾ അടിക്കുക, ഓടിക്കുക. ഒരു 13-16 റേഞ്ച് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തത് ഒരു ഓട്ടോമാറ്റിക് ടിയാഗോ ആണ്. ഫസ്റ്റ് ഷേപ്പ് ടിയാഗോ, KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനം. എന്താ അതിലെ ഫുൾ പൊടിയാളുള്ളത്? അത് പൊടി. ഓക്കെ,
വാഷിയുണ്ട് അല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? 2019 മോഡൽ, 2019 സിംഗിൾ ഓൺഷിപ്പ്. 19 ടിയാഗോ സിംഗിൾ ഓണർഷിപ്പ് XZ. ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി XZ. അന്ന് പ്ലസ് ഇല്ല, ആ ടൈമിൽ ഫുൾ ഓപ്ഷൻ. ആ ടൈമിൽ ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. പ്ലസ് അതിന് ശേഷമാണ് വന്നത്. എന്താ പറയുക, എല്ലാ ഫീച്ചേഴ്സും വരും. പിന്നെ മൈലേജും ഉണ്ടാവും, ഒരു 13-17 റേഞ്ചൊക്കെ മൈലേജ് ഏകദേശം കിട്ടും. AMT ഗിയർ ബോക്സ് ആണ് വരും, അതുകൊണ്ട് വലിയ മൈലേജ് ഷോട്ട് വരില്ല. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം എന്ന് വെച്ചാൽ ഒരു ഡോറുണ്ട്, ഡോറ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. ഏത് ഡോറാ? റൈറ്റ് സൈഡ്, ലെഫ്റ്റ്, സോറി ലെഫ്റ്റ് സൈഡ്. ചില ആൾക്കാർക്ക് ഈ ലെഫ്റ്റ് റൈറ്റ് കൺഫ്യൂഷനാണ്, അതാ ചോദിച്ചത്. ലെഫ്റ്റ് സൈഡ് അല്ലേ? ഓക്കെ, ലെഫ്റ്റ് സൈഡ് ഡോർ. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ഡോറ് മാറിയിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ട് ഡോർ തന്നെ ആയിരിക്കും അല്ലേ? ആ ഫ്രണ്ട് ഡോറിന്. ഗ്ലാസ് മാറിയോ അതോ ഡോർ മാത്രം? ഗ്ലാസ് മാറിയില്ല, ഡോറ് മാത്രം. ഡോറ് മാത്രം. കമ്പനിയിൽ ഉണ്ടാവില്ല, ഹിസ്റ്ററി ഉണ്ടാവില്ല? ഹിസ്റ്ററി ഇല്ല. ഓക്കെ, ഓണർഷിപ്പ് സിംഗിളാ? സിംഗിൾ ഓൺഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് 2019 XZ. കിലോമീറ്റർ 41,000 കിലോമീറ്റർ. 41,000. വലിയ ഓട്ടോ ഒന്നുമല്ല, സാധാ ഓട്ടോ തന്നെ, ചെറിയ ഓട്ടോയിലും. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? 450. 4.5 ലക്ഷത്തിന് 2019 ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ടിയാഗോ 41,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസ് പോയൊരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ല അടിപൊളി ടിയാഗോ. ലോണൊരു 4-4.25 കിട്ടുമോ? അതെ, 4.25 ചെയ്യാം. പ്രൊഫൈൽ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ പറയുന്നതാണ്. ആ ട്രാക്ക് അനുസരിച്ച് അത് പറയേണ്ട ആവശ്യമില്ല, വണ്ടിക്ക് കിട്ടൂലേ എന്തായാലും? വണ്ടിക്ക് എന്തായാലും കിട്ടും. അടുത്തതും SUV സെഗ്മെന്റ് ആണ്. നിസാൻ ടെറാനോ KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനം. ഇത് ഏതാ, 85 ആണോ 110 ആണോ? 110 ആയിരുന്നു. 110. പവർ കൂടും, മൈലേജ് കുറയും, മെയിൻ്റനൻസും കുറച്ചുണ്ടാവും 85-നേക്കാളും. നല്ല പെർഫോമൻസ് കിട്ടും. പെർഫോമൻസ് അതാ പറഞ്ഞത്, പെർഫോമൻസ് ആണ്. അത് ബേസ് ചെയ്തിട്ടാണ് പലരും ഇതെടുക്കുന്നത് 110. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് വേണ്ടവർ ഇതെടുക്കാം. മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 11-15 ആ റേഞ്ച് ഏകദേശം കണ്ടാൽ മതി മാക്സിമം. ഓക്കെ, ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2017 XV ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? ഓക്കെ, 2017 ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ് 110. മാനുവലോ ഓട്ടോമാറ്റിക്കോ? മാനുവൽ. ഓക്കെ, കിലോമീറ്റർ 74,000 കിലോമീറ്റർ ഓടിയത്. 74,000. വലിയ ഓട്ടം പോയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ സാറിന് 1 ലാഖിൻ്റെ ആ റേഞ്ചൊക്കെ ഇത് കാണാറ് കൂടുതൽ. ആ ഒരു ഓട്ടം പോയിട്ടില്ല. എന്തായാലും സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണുള്ളത്. സെക്കൻഡ് ഓണർ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വിൻഷീൽഡും ബമ്പറും മാറിയിട്ടുണ്ട്. ബമ്പർ, വിൻഷീൽഡ്, ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല. ക്രോസ് ബമ്പറിലേക്ക് ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ, മേജർ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഹിസ്റ്ററി ഇല്ല, പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ഗ്ലാസ് മാറിയിട്ടുണ്ട്, ഫ്രണ്ട് ബമ്പർ മാറിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എത്ര ചോദിക്കുന്നതിനിപ്പോൾ? 620. 6,20,000 പ്രൈസ് ഫൈനലല്ലോ, മാറ്റി കൊടുക്കാമല്ലോ? നെഗോഷ്യബിൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 6,20,000 രൂപയ്ക്ക് 2017 110 ഏറ്റവും ഫുൾ ഓപ്ഷൻ XV ഈ ഒരു ടെറാനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 5.25 ലോൺ കയറും, സുഖമായിട്ട് വരും. 76,000 കിലോമീറ്റർ അല്ലേ? കിലോമീറ്റർ കുറവാണ്. കിലോമീറ്റർ കുറഞ്ഞ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും എടുക്കാം അല്ലേ? അടുത്തത് ടാറ്റ അൾട്രോസ് പ്രീമിയം ഹാഷ് ബാക്ക് കാറ്റഗറി വാഹനമാണ്. ഇതെങ്ങനെയാണ്? 2020 മോഡലാണ്. 2020 സിംഗിൾ ഓൺഷിപ്പ്, 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. എത്ര 60,000. പെട്ടെന്ന് മനസ്സിലാവില്ല. 60,000 2020 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഏതാ ഓപ്ഷൻ വരുന്നത്? XC ബേസ് ആണ് അല്ലേ? ഓക്കെ, ഇതിന് 4 ഡോർ വരുള്ളല്ലോ വിൻഡോ? 2 ഡോർ. ഫ്രണ്ട് 2 ഡോർ മാത്രമേ ഉണ്ടോ? 2 ഡോർ വിൻഡോ ഉണ്ടോ? ബാക്കി AC പവർ സ്റ്റിയറിംഗ് അത് തന്നെ അല്ലേ? സെൻട്രൽ ലോക്കും വരും? സെൻട്രൽ ലോക്ക് വരുന്നില്ല. XCയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ XC 2020 വണ്ടിയാണ്, ബേസ് മോഡൽ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നീറ്റാണ്. ആകെ വണ്ടി കഴുകാത്തൊരു നീറ്റ്നസ്സേ ഉള്ളൂ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് 4.35. 4,35,000 രൂപയ്ക്ക് ഒരു അൾട്രോസ് കൊണ്ടുപോകാം. 2020 മോഡൽ വാഹനമാണ്, സിംഗിൾ ഓണർഷിപ്പ്. ഒരു 4 ലക്ഷം വരെ ലോണ് ചാൻസ് ഉണ്ടോ? ഓക്കെ, എൻ്റെ മൈലേജ് ഒരു 11-15 ആ റേഞ്ചിൽ കണ്ടാൽ മതി. സേഫ്റ്റി ആണല്ലോ, കുറച്ച് വെയിറ്റ് വരുന്ന വണ്ടിയാണ്, അതുകൊണ്ട് ആ ഒരു റേഞ്ചിൽ തന്നെ കണ്ടാൽ മതി. ഓക്കെ, അഡീഷണൽ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, ടച്ച് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. റെനോ ക്വിഡ് ആണ് അടുത്ത വാഹനം. KL 86 പയ്യന്നൂർ രജിസ്ട്രേഷൻ, കണ്ണൂർ ജില്ല തന്നെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2020 മോഡൽ, 2020 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, 58,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ക്ലെയിം ഒന്നുമില്ല, വേറെ ആക്സിഡന്റ്. 5 വർഷം കൊണ്ട് 58,000 നോർമൽ ഓട്ടോ. 1 ലിറ്ററാ? 1 ലിറ്റർ 1000 cc. ഏത് ഓപ്ഷൻ? RXT വേരിയന്റ്. RXT. ഇതിൻ്റെ മേലെ ഒരു RXT ഓപ്ഷനിലും കൂടിയുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് RXT. 2020 മോഡൽ, 58,000 സിംഗിൾ ഓണർഷിപ്പ്. എത്രയാണ് ചോദിക്കുന്നതിന് ഇപ്പോൾ? 320. 3,20,000 രൂപയ്ക്ക് 1000 cc അല്ല? 1000 cc. ഒരു 1000 cc വണ്ടി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ഫുൾ ലോൺ 3 ലക്ഷം വരെ ചെയ്യാം നമുക്ക്. 3 ലക്ഷം വരെ എന്തായാലും കിട്ടും. ചെറിയ ഡൗൺ പേയ്മെൻറ്റ് 10-20,000 രൂപയൊക്കെ കണ്ടാൽ ഇറക്കാൻ വരുന്ന വാഹനമാണ്. പിന്നെ മൈലേജും നിങ്ങൾക്ക് ഈ 1 ലിറ്ററിൽ തന്നെ അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. ഒരു 18-19 റേഞ്ചൊക്കെ മൈലേജും കിട്ടും അല്ലേ? നല്ല മൈലേജ് കിട്ടുന്നുണ്ട് തീർച്ചയായും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ആ ചെറിയ സെഗ്മെൻറ്റിൽ ഒരു ഡീസൽ വാഹനമാണ്, സ്വിഫ്റ്റ് ഡിസയർ അല്ലേ?
എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2013 മോഡല്, 190,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ആ. ഒരു ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. 99,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉണ്ടോ? സർവീസുള്ള വണ്ടിയാണ്. സർവീസ് ഉള്ള വണ്ടി. 2013 മിഡിൽ ഓപ്ഷൻ ഡീസൽ അല്ല, VDI അല്ലേ? മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടി. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. 1 lakh ഓടിയിട്ടില്ല. ഇതിൻ്റെ മേജറൊക്കെ ഒരു 1,20,000 ആവുമോ ചെയ്യാൻ? മേജർ സർവീസ് കഴിഞ്ഞ് 120 അതിൻ്റെ ഉള്ളിൽ ചെയ്യും. ആ ഒരു കിലോമീറ്ററിൽ ചെയ്താൽ മതി. നിലവിൽ സൗണ്ട്സോ കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഒരു നോയ്സ് ഒന്നുമില്ല. ഓക്കെ. 2013 വണ്ടിയാണ്. VDI, 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഇത് കോമ്പാക്ട് സെഡാനാണ്. നേരത്തെ അമേസിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ സ്പേസ്, ഡിക്കി സ്പേസ് നല്ല കിട്ടുന്നൊരു വണ്ടിയാണ്. എത്രയാണ് ഇനിയിപ്പോൾ ചോദിക്കുന്നത്? 350. 3.5 ലക്ഷം ചോദ്യം. എന്താ കുറച്ച് കൊടുക്കാവോ? ചെയ്യാം, നമുക്ക് മാക്സിമം റേറ്റ്. ഓക്കെ. വേറെ ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. ഓക്കെ. 3.5 ചോദ്യം. എന്തെങ്കിലും മാറ്റം ചെയ്തു തരും. 2013 VDI. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഡാറ്റ്സൺ റെഡിഗോ ആണ്. KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വാഹനം. ഈ ഡാറ്റ്സൺ കാറുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതേ കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോൾ ഇത് എത്ര 800 cc? 800 cc വണ്ടിയാണ്. ഇപ്പോൾ ഇതേ കാറ്റഗറിയിൽ ഹ്യുണ്ടായി ഇയോൺ എടുക്കാം, അല്ലെങ്കിൽ ആൾട്ടോ 800 എടുക്കാം. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ മാർക്കറ്റ് റേറ്റ് കുറച്ച് കിട്ടുന്നൊരു വാഹനമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ വാഹനമാണ് ഡാറ്റ്സൻ്റെ വാഹനങ്ങൾ. നമ്മുടെ സെയിം നിസാൻ്റെ ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ നിസാനിൽ നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റും. അവിടുന്ന് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഒരുപാട് വാഹനങ്ങൾ ഡാറ്റ്സൻ്റെ ടാർഗറ്റ് കേട്ടോ. കാരണം അത്രയും കുറഞ്ഞ ബഡ്ജറ്റ്, ഏകദേശം മറ്റേനേക്കാൾ നല്ല വില വ്യത്യാസത്തിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ അതേ പെർഫോമൻസ് കിട്ടുന്നൊരു വാഹനമാണ് അല്ലേ? ഓക്കെ. ഇതെങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ? 2018 മോഡൽ. ഏത് ഓപ്ഷൻ? കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. T ഓപ്ഷനിൽ 26,000 ലോ കിലോമീറ്റർ ആണ്. T ഓപ്ഷനാണ്. T ഓപ്ഷനിലാണോ അതോ T ആണോ? T വേരിയൻ്റ് ആണ്. T ഓപ്ഷനിലും കൂടി ഉണ്ട് അതിൻ്റെ തൊട്ട് മേലെ. ഇതിൽ 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ് അല്ലേ? അത്രയും ഫീച്ചേഴ്സാണ് വരിക. സ്റ്റീരിയോ വരുന്നുണ്ട്, ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. നല്ല ടയേഴ്സും ഉണ്ട്. ടയർ ഭാഗം 4 ഉണ്ട്. പിന്നെ 800 cc ആണ്. ഒരു 17-20 റേഞ്ച് മൈലേജ് ഏകദേശം എന്തായാലും കിട്ടും. അത്രയും കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ വണ്ടിയാണ്, ഒതുങ്ങിയ വണ്ടിയാണ്. ടൗണിലൊക്കെ കളിക്കുന്നവർക്ക്, ഒരു അഡീഷണൽ വണ്ടി കൂടെ വേണമെന്നുള്ളവർക്ക് ഒക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. മാനുവൽ ആണല്ലേ? അതെ, മാനുവൽ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 225. 2,25,000 രൂപയ്ക്ക് 2018 T വേരിയൻറ്റ് വെറും 26,000 കിലോമീറ്റർ അല്ലേ? 26,000 ലോ കിലോമീറ്റർ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ ഇതിൽ? ചെയ്യാം, നമുക്ക് മാക്സിമം ചെയ്ത് കിട്ടും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഹോണ്ടയുടെ പ്രീമിയം ഹാഷ് ബാക്ക് കാറ്റഗറി ജാസ് ആണ്. ഹോണ്ട ജാസ്. ഇതെങ്ങനെ മോഡൽ കാര്യങ്ങളൊക്കെ? 2017 മോഡലാണ്. 17 സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ. S വേരിയൻ്റ് ആണ് വരുന്നത്. 66,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 66,000 കിലോമീറ്റർ. 17 മോഡൽ. S മിഡിൽ ഓപ്ഷൻ മാനുവൽ അല്ലേ? ഓക്കെ. മൈലേജ് ഒരു 12-15 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. ഓടിക്കാൻ നല്ല സുഖമായിരിക്കും വണ്ടി. അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ബൂട്ട് സ്പേസും എല്ലാം ഉണ്ട്. നല്ല നീണ്ടു തുറന്ന് ഇരിക്കുകയും ചെയ്യാം. പിന്നെ അമേസിനെ കൊണ്ടൊക്കെ പറഞ്ഞ പോലെ തന്നെ മെയിൻ്റനൻസ് ആയിട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. പെട്രോളാണ്. സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ വരുന്നൊരു വാഹനം. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 4,25. 4,25,000 രൂപയ്ക്ക് 2017 മിഡിൽ ഓപ്ഷൻ S ഓപ്ഷൻ വരുന്ന ജാസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഫുൾ ഓൺ ചാൻസ് ഇല്ല. ഒരു 50 ഇട്ടിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കാം, ഇറക്കാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം സെലറിയോ ക്രോസ് ആണ്. ക്രോസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ നിങ്ങൾ? ഈ കളർ ചേഞ്ച്, പിന്നെ ബ്ലാക്ക് ഫിനിഷ്, ഇങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ വരുന്ന വാഹനമാണ് അല്ലേ? നോർമൽ സെലറിയോ. KL26 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2018 വണ്ടിയാണ്. 18 സിംഗിൾ ഓൺഷിപ്പാണ്. ഓക്കെ. 66,000 കിലോമീറ്റർ ആണ് ഓടിയത്. 66,000. ഇതിൽ ഏതോ ഓപ്ഷൻ വരും? ഇത് ഒറ്റ ഓപ്ഷൻ ഇറങ്ങുന്നുള്ളൂ. എങ്ങനെ? സെലർ ക്രോസ് ആയിട്ട് ZXi ഫുൾ ഓപ്ഷനായിട്ട് അങ്ങനെ തന്നെ ഇറങ്ങുന്നതാണ്. ഓക്കെ. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ്സ് ഇല്ലല്ലേ? അലോയ്സ് ഉണ്ടാവില്ല. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 66,000 കിലോമീറ്റർ. 66,000 18 മോഡൽ ZXi ഫുൾ ഓപ്ഷൻ വണ്ടി. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ് ക്ലെയിം ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. മാനുവൽ. മൈലേജ് ഒരു എന്താ പറയുക 13-17 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്ന വാഹനമാണ് അല്ലേ ഏകദേശം? ഓക്കെ. എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ്? 4,15,000 രൂപയ്ക്ക് 2018 സെലറിയോ ക്രോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ZXi ആണ് ഓപ്ഷൻ വരുന്നത്. ലോണൊരു 3,45-3,80 രൂപയൊക്കെ കിട്ടുമോ? 3,80 സുഖമായിട്ട് ചെയ്യാം. 3,80 മേളിൽ കിട്ടും. ഓക്കെ. അപ്പോൾ മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്നുണ്ട്. സെലറിയോ പ്രിഫർ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ നോക്കാം. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവും അല്ലേ? ഒരു യുണീക്ക് ലുക്ക് ഉണ്ടാവും. കൊണ്ടുപോയിട്ടാൽ സെലറിൻ്റെ കൂടെ കൊണ്ടിട്ട് ഒരു യുണീക്ക് ലുക്ക് കിട്ടും. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിൽ ആർക്കെങ്കിലും വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാറണ്ടിയിലൊക്കെ എടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടവർക്ക്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി. അതുപോലെ താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.